ആലപ്പുഴ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ചേർത്തല സെന്റ് മൈക്കിൾ കോളേജിന് സമീപം ദേശീയപാതയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ വൻ ഗർത്തം രൂപപ്പെട്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പുതിയ റോഡിൽ പെട്ടെന്നുണ്ടായ ഈ ഗർത്തം പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ഒരു KSRTC ബസ് കടന്നുപോയതിന് തൊട്ടുപിന്നാലെയാണ് റോഡ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. ആലപ്പുഴയിലെ ദേശീയപാത 66-ൽ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട വൻ ഗർത്തം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൽ വലിയ ശബ്ദത്തോടെ റോഡ് ഇടിഞ്ഞു ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഭാഗ്യവശാൽ ഒരു KSRTC ബസ് കടന്നുപോയതിന് തൊട്ട് പിറകെയായിരുന്നു റോഡ് ഇടിഞ്ഞത്. പിന്നാലെ എത്തിയൊരു ബൈക്ക് യാത്രക്കാരൻ കുഴി ശ്രദ്ധിച്ച് വാഹനം നിർത്തിയതോടെ വലിയ ദുരന്തമാണ് ഒഴിവായത്. ബൈക്കും അതിലെ യാത്രക്കാരനും പൂർണ്ണമായും താഴേക്ക് വീഴാൻ സാധ്യതയുള്ള അത്രയധികം വലിയ ആഴത്തിലുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ജല അതോറിറ്റിയും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ പരസ്പര ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിന് മുമ്പ് കുടിവെള്ള പൈപ്പുകൾ മാറ്റണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അത് പാലിക്കപ്പെടാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നും ജല അതോറിറ്റി ആരോപിച്ചു. പത്മാക്ഷി കവല, വയലാർ കവല, തങ്കിക്കവല, തിരുവിഴ കവല, കണിച്ചികുളങ്ങര എന്നിവിടങ്ങളിലും സമാന അപകട സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്നുണ്ടായ മണ്ണിന്റെ സമ്മർദ്ദമാണ് ഈ ഗർത്തത്തിന് കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിനിടെ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയ രീതികളും ക്രമക്കേടുകളും ഉണ്ടെന്ന ആരോപണവും ശക്തമാണ്. നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് പ്രദേശവാസികളുടെയും പ്രതിഷേധക്കാരുടെയും ആവശ്യം. ചിലർ നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഗർത്തത്തിന് ചുറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദേശീയപാതയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.